ഹലോ. അപ്പോൾ നമുക്കിന്ന് ലാലേട്ടൻ്റെ നമ്മുടെ ബിഗ് ബോസിൻ്റെ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. ഞാൻ 2 ദിവസം എപ്പിസോഡ് റിവ്യൂ ചെയ്യാഞ്ഞത് എന്താ വെച്ചാൽ സാറ്റർഡേ സൺഡേ ലീവ് ഡേയ്സ് അല്ലേ, വീക്കെൻഡ് ഡേയ്സ് അല്ലേ. അപ്പോൾ പിന്നെ ചെയ്യാൻ അങ്ങനെ മടിച്ചിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും മൺഡേ ആവട്ടെ. പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണ്ടേ, അപ്പോൾ അതിനനുസരിച്ച് ചെയ്തില്ല. എന്തായാലും നമുക്ക് റിവ്യൂ തുടങ്ങാം. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു വീക്കെൻഡ് എപ്പിസോഡ്? നല്ല അടിപൊളി. ഫസ്റ്റ് ഡേ സാറ്റർഡേ എപ്പിസോഡ് നല്ല അടിപൊളിയായിരുന്നു. നമുക്ക് ലാലേട്ടൻ്റെ കോസ്റ്റ്യൂം വെച്ച് തന്നെ തുടങ്ങാം. നല്ല അടിപൊളി കോസ്റ്റ്യൂമായിരുന്നു. ഷർട്ട് നല്ല അടിപൊളി ഷർട്ടായിരുന്നു. പിന്നെ മുണ്ട് അടിപൊളി മുണ്ട് ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് മൂപ്പര് ലാലേട്ടൻ വന്നത്. നല്ല അടിപൊളിയായിരുന്നു എന്തായാലും. പിന്നെ വന്നുടനെ കാണിച്ചത് കഴിഞ്ഞ വീക്കത്തെ റീക്യാപ്പ് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേയിലുള്ള ഡേ 6 കുറച്ച് ഭാഗങ്ങളും കാണിച്ചു എന്തൊക്കെ ഉണ്ടായിരുന്നതെന്ന്. അപ്പം ഞാൻ അവിടെ കണ്ടത് എന്താ വെച്ചാൽ ക്യാപ്റ്റൻ അനുമോൾക്ക് അക്ഷരത്തിനും ഇത് എന്താ പറയുക, ബാത്റൂം പോകാൻ അനുവാദം കൊടുക്കുന്ന ഒരു പ്രൊവിഷൻ ഉണ്ട് തോന്നുന്നു. അതവർ മുതലെടുക്കുന്നതും അനുമോള് മറ്റേ ഇതിൻ്റെ എന്താ പറയുക, ക്യാപ്റ്റൻ്റെ മേത്ത് ചാടിക്കയറണതൊക്കെയാണ് നമ്മൾ കണ്ടത് അല്ലേ. സത്യം പറഞ്ഞാൽ വെറുപ്പിക്കൽസ് ആയിരുന്നു അനുമോള്. പിന്നെ എനിക്കിപ്പോഴും തോന്നുന്നുണ്ട് വെറുപ്പിക്കൽസ് ആണെങ്കിൽ തോന്നുന്നുണ്ട്. പിന്നെ നമ്മുടെ നെവിൻ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുന്ന ഒരു സീനും കണ്ടിരുന്നു. അതും എനിക്ക് വെറുപ്പിക്കലായിട്ട് തന്നെ തോന്നി. പിന്നെ മേക്കപ്പിൻ്റെ ഒരു കോമ്പറ്റീഷൻ വെച്ചിരുന്നു. ആ മേക്കപ്പ് ചെയ്യണത് അത് ഫുള്ളൊന്നും കാണിച്ചിട്ടില്ല, കുറച്ച് കാണിച്ചില്ല. മേ ബി ഇതിൽ DV+ൽ കാണിച്ചു ഇല്ലെന്നൊന്നും അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. അതിൽ കാണിച്ചത് ഒരു 2 minutes 3 minutes മാത്രമേ കാണിച്ചിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഇതിന് കുറേ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചു. മെയിൻലി സ്റ്റാർട്ടിങ് ചോദിച്ചത് പണിപ്പുര ആരാ പോയത്, ആർക്കാ പോകാൻ താല്പര്യമില്ല എന്നത്. ഇപ്പോൾ പോയത് ആദില നൂറ ആൻഡ് അക്ബറാണ് പോയതെന്ന് തോന്നുന്നു. അവർ പോയിട്ട് ആദ്യത്തെ ദിവസം എന്തോ കിട്ടിയില്ല, ടൈം എക്സ്പയർ ആയിരുന്നു, പിന്നെ കുറേ സാധനം കൊണ്ടുവന്നു, അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ പറഞ്ഞു അവർ. പിന്നെ ബാക്കിയുള്ളവർക്കൊന്നും റിസ്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ട് അവർക്ക് പോകാൻ താല്പര്യവുമില്ലായിരുന്നു ഇത് പണിപ്പുരയിൽ അല്ലേ. പിന്നെ നമ്മൾ പക്ഷേ അതിൽ കലാഭവൻ ഷാരിക പറഞ്ഞ റീസൺ എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. അവർ 2 പേരുണ്ടാവുകൊണ്ട് ഒരുപാട് സാധനങ്ങൾ കിട്ടും എന്നുള്ളത് ആ ഒരു ലോജിക്ക് എനിക്കിഷ്ടമായ കാര്യമാണ്. പിന്നെ മറ്റേ റവ, അതിനിടയിൽ നെവിൻ കുറച്ച് പൊട്ടം കളിക്കുന്നുണ്ട് എന്നൊരു സംശയം എനിക്ക് തോന്നി. മേ ബി അത് അട്രാക്ട് ചെയ്യാൻ യൂണീക്കായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാവും ചിലപ്പോൾ അല്ലേ. അപ്പോൾ ആർക്കാണ് പണിപ്പുര പോകാൻ ഇഷ്ടമില്ലാത്തൊരു സമ്മാനമുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ നീച്ചു നിന്ന് നല്ല അടിപൊളി ഫസ്റ്റ് സമ്മാനം ലാലേട്ടൻ കൊടുത്തു. ഇനി അങ്ങോട്ട് ആ ഭാഗത്തേക്കേ പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു 1.5 കിട്ടലായി. പിന്നെ ഗിഫ്റ്റ് കൊടുത്തിരുന്നു. അവർക്ക് റവ ഉപ്മാവ് ഉണ്ടാകും. പൊട്ടന്മാർക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല, ട്രോളിയാലും മനസ്സിലാവില്ല, തമാശ പറഞ്ഞാലും മനസ്സിലാവാത്ത കുറച്ച് കണ്ടസ്റ്റൻസി അവിടുന്ന് വരുന്നത് എന്തോ. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് കാണിച്ചത് ബാൻഡ് ഡിസ്കഷൻസ് ആയിരുന്നു. അതിൽ പ്രത്യേകം പറയേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ ആര്യൻ്റെ കയ്യിൽ നിന്ന് ബാൻഡ് ആരുടെയും പോയിട്ടില്ല, അത് അവൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. സോ ഇറ്റ് ഷോസ് ഹിസ് ഡെഡിക്കേഷൻ ടുവേർഡ്സ് ദി ഗെയിം അല്ലേ. നല്ല ചെറിയ പയ്യനല്ലേ, അപ്പോൾ അതിൻ്റേതായ കളിക്കുന്നുണ്ട്. പക്ഷേ കുറച്ചൊരു നോക്കാം എങ്ങനെ പോകുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ജിസേലിന് നല്ല കൊട്ട് കൊടുത്തു. ബിക്കോസ് എല്ലാവരും മേക്കപ്പ് ഐറ്റംസ് എല്ലാവരും സബ്മിറ്റ് ചെയ്തിട്ട് ജിസേൽ മാത്രം ഇതിനെ സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അതിന് ലാലേട്ടൻ ഒരു കൊട്ട് കൊടുത്തു. കൺസീലർ എന്തോ കയ്യിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സൂട്ട് കേസ് തിരിച്ചയക്കുകയാണ് നാട്ടിലേക്ക് എന്നാണ് പറഞ്ഞത്. അയക്കുമല്ലേ നമുക്ക് നോക്കാം. പിന്നെ ഷനവാസിന് എന്തോ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, ഇപ്പോൾ ഫാമിലിയായിട്ട് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞു. അത് സീനും കണ്ടതാണ്. പിന്നെ നമ്മൾ പിന്നെ കണ്ടത് എന്താ വെച്ചാൽ ജിമ്മിൻ്റെ നെവിനെ ഏൽപ്പിച്ച് ജിം ചെയ്യിപ്പിക്കുന്നത്, എല്ലാ ദിവസവും മോർണിംഗ് 5 minutes ജിം ചെയ്യിപ്പിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ആദ്യം ചാടി കളിച്ചത് അതെന്താ കളിച്ചിരിക്കാൻ മനസ്സിലായില്ല. ഒരു അരപ്പിരി കുറച്ച് കുറവുണ്ടോ സംശയമുണ്ട് ആ പയ്യന്. അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് കാണിച്ച എന്താ ജംപ് ജാക്സ് അത് നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ കളരി എന്ന് പറഞ്ഞ് കാണിച്ചത് അത് നന്നായിട്ടുണ്ടായിരുന്നു അല്ലേ. അതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ നന്നായിരിക്കും. ഓക്കെ, പിന്നെ സംസാരിച്ചത് പേരിടലിനെ കുറിച്ചായിരുന്നു. അതൊരു 1.5 സംസാരമായിരുന്നു. നല്ല കൊട്ട് നമ്മുടെ അക്ബറിനും കിട്ടി, ആദില നൂറയ്ക്കും കിട്ടി. അത് അത്യാവശ്യമാണ് അവർക്ക് കിട്ടിയത്, അത്യാവശ്യമായിരുന്നു കേട്ടോ. കാരണം വളരെ ചീത്ത പേരുകളാണ് അവരുടെ. ഫണ്ണായിട്ട് എടുക്കേണ്ട ടാസ്ക് ഇത് എന്താ പറയുക, ഒരു സത്യം അതിൽ നമ്മളെ ഇയാൾ എന്താ രഞ്ജിത്ത് പറയുന്നൊരു കാര്യമുണ്ട്, ഒരു പേര് കൊണ്ടൊന്നും ആരെയും തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ആ സമയത്ത് ഉണ്ടാകുന്ന ആ ഫീലിങ്സ്, ആ ഹേർട്ടഡ് ഫീലിങ്സ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല.
അത് രേണു പറഞ്ഞത് സത്യം തന്നെയാണ്. അത് ആ സമയത്ത് കേട്ടപ്പോൾ ഇത്രയും ലോങ് കാണുന്ന ഷോള് എല്ലാവരും മുന്നിൽ നിന്നും സെപ്റ്റിക് ടാങ്ക് എന്നൊക്കെ വിളിക്കുമ്പോൾ അതെന്തേലും ഹേർട്ടഡാവും. അത് ഹേർട്ടഡായെന്ന് പറഞ്ഞു അല്ലേ. പിന്നെ രേണു സുധി ജിസേലിലിട്ട പേര് ബ്യൂട്ടി പാർലർ, അത് നല്ലൊരു പേരായിരുന്നു. നിങ്ങളപ്പോൾ ഓഡിയൻസിൻ്റെ പൾസ് ശ്രദ്ധിച്ച് അവരും ഒരേപോലെ ക്ലാപ്പ് ചെയ്തൊരു കാര്യമായിരുന്നു ആ സാധനം അതല്ലേ. പിന്നെ പിന്നെ രേണു സുധീനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, എപ്പോഴും ഒരു സൈലൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതെന്താ എനിക്ക് തോന്നുന്നു ഒരുപാട് നെഗറ്റീവ് പുറത്തുള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരു ഇതിലിങ്ങനെ ഇരിക്കണത്. ഒരു പേടിച്ചിട്ടാണ്. പേടി മീൻസ് അധികം ഓവറാക്കണ്ട എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു പമ്മി ഇരിക്കണം കാണാൻ രേണു സുധി എപ്പോഴും. എന്താ സംസാരിക്കേണ്ടത്, ഇനി എന്തെങ്കിലും വായന്ന് വീണ് പോയാലും കഷ്ടമാണ്. അതേ എങ്ങനെയൊക്കെയാണ് എല്ലാവരും ട്രോളി റെഡിയാക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. ആ ഒരു പേടി ഉണ്ടാവുന്നത് തന്നെയാണ്. ഇപ്പം തന്നെ കണ്ടില്ലേ കാമുകന്മാരെന്ന് പറഞ്ഞിട്ട് ഓരോന്ന് പുറത്ത് ചാടാൻ തുടങ്ങിയിട്ടുണ്ട്. അത് എപ്പോഴും ഉള്ളതാണ്. ചിലപ്പോൾ ഹൈപ്പ് കിട്ടും. ഹൈപ്പ് കിട്ടാനും ചാൻസസ് ഉണ്ട് അതൊക്കെ. കാരണം കഴിഞ്ഞ സീസണിലൊരു കണ്ടസ്റ്റിൽ നമ്മൾ കണ്ടതല്ലേ ഹൈപ്പ് കിട്ടിയത്. അതേപോലെ പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കണ്ടസ്റ്റൻ്റാണ് അനുമോൾ. എനിക്ക് എന്താ അറിയില്ല, എനിക്ക് ഒരുപാട് വെറുപ്പിക്കലായിട്ട് തോന്നുന്നുണ്ട്. ഒരുപാട് നന്മ വരും, പിന്നെ ഭയങ്കര വെറുപ്പിക്കൽ. എന്താ പറയണതെന്ന് വായ തുറന്ന കള്ളമേ പറയുള്ളൂ എന്ന് വരെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതിൻ്റെ പല കാര്യങ്ങളും. പിന്നെന്താ കണ്ട നല്ല പേരുകൾക്ക് സമ്മാനം കൊടുക്കുന്നത് നമ്മൾ കണ്ടു. പൂമ്പാറ്റകൾ എന്നുള്ള പേര്, പിന്നെ മുള്ളൻ പന്നി എന്നുള്ള പേര്, കുറച്ച് നമുക്ക് ഇപ്പോൾ തന്നെ ചെറിയ ഇഷ്ടം. എനിക്ക് സത്യം പറഞ്ഞില്ല കുറച്ച് ഇഷ്ടം അനീഷിനോട് വരാൻ തുടങ്ങി. ബിക്കോസ് അയാളുടെ ആ റെസ്പോണ്ട് ചെയ്യുന്ന രീതി, സംസാരിക്കുന്ന രീതി, എല്ലാവരും കൂടി അറ്റാക്ക് ചെയ്യുന്ന രീതി, ഓൾറെഡി ഒരു കോർണറിൽ നമുക്ക് സിമ്പതി തോന്നാൻ തുടങ്ങി. അങ്ങനെ സിമ്പതി തോന്നി തുടങ്ങി ഓട്ടോമാറ്റിക്കലി അയാൾ രായാവാവും ചെയ്യും അല്ലേ. പിന്നെ റേണു സുധിക്കിട്ട് കൊടുത്തൊരു പണി കണ്ടില്ലേ, മറ്റേ വീഡിയോ കാണിച്ചത് വരണ മുന്നേ തന്നെ വീഡിയോ ഒക്കെ എടുത്ത് റെഡിയാക്കിയായിരുന്നു. അയാളൊന്നും പറയേണ്ട ആവശ്യമില്ല. ബിക്കോസ് അത് വരണം മുന്നേ ജസ്റ്റ് കഴിഞ്ഞ സീസണിലൊക്കെ എത്രയോ ആൾക്കാർ അവരിവിടെ വന്ന ശേഷം പല വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഇങ്ങനെ വോട്ടിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്തൊരു പിന്നെ വീഡിയോ ആരും ഇട്ടിട്ടില്ല. അത് രേണു സുധിയാണ് ഇട്ടത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഒരു കൊട്ട് കൊടുത്തത് ചിലപ്പോൾ രേണു സുധിക്ക് ലാലേട്ടൻ. പിന്നെ കാണിച്ച് നമ്മളെ നെവിൻ്റെ മോഷണം വീഡിയോ കാണിച്ചു. അത് നല്ല കോമഡി, അത്യാവശ്യം കോമഡി ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അല്ലേ ആ വീഡിയോ. എന്തൊക്കെ കോപ്രായങ്ങൾ കാണിച്ചിട്ടാണ് ഒരു സാധനം എടുക്കുന്നത്. നല്ല വിറ്റായിട്ടുണ്ട് സംഭവം. പക്ഷെ ആ സമയത്ത് ആര്യൻ്റെ മുഖഭാവം ശ്രദ്ധിച്ചോ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചോന്നറിയില്ല. നെവിനാണ് അത് എടുത്തത് എന്ന് കണ്ടപ്പോൾ അവൻ്റെ മുഖം മാറിയത്, മുഖത്തിൻ്റെ ആ എക്സ്പ്രഷൻസ് ശ്രദ്ധിച്ചോ, അതിലുണ്ട് ആര്യൻ എന്താന്നുള്ളത് കേട്ടോ. പിന്നെ ജിസേൽ പിന്നെ എല്ലാവരോടും എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ വീക്ക് എന്ന് ചോദിച്ച ഒരു ഇതായിരുന്നു. അപ്പോൾ അതിൽ എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. അത് ഇതെന്നൊക്കെ പറഞ്ഞു. എല്ലാവരും പറഞ്ഞു നല്ല ഹാപ്പി ആയിരുന്നു, കുഴപ്പമില്ല, എൻ്റെ പണി അത് ഇത് എല്ലാവരും പറഞ്ഞു. ലാസ്റ്റ് ജിസേലിൻ്റെ എനിക്ക് ചായ വേണം എന്ന് പറഞ്ഞ ആ ഒരു സീനും നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ലാലേട്ടൻ അടുത്തേക്ക് ചോദിച്ചത് എന്താ അറിയോ, ഞാൻ പോയി പിടുത്തു കൊണ്ടുവരണമെന്നാണ് ചോദിച്ചത്. അയ്യോ അത് നല്ല രസമുണ്ട്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് സാറ്റർഡേത്തെ എപ്പിസോഡ് കഴിഞ്ഞു. പിന്നെ കഴിഞ്ഞപ്പോൾ എല്ലാവരോടും ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞു പോന്നു. ലാസ്റ്റ് പോണ മുന്നേ ഒരു റോബോട്ട് ഡോഗിനെ കൊണ്ടുവന്നിരുന്നു. നമ്മുടെ എന്താ പറയുക, ഇതാണെന്ന് പറഞ്ഞിട്ട് എന്താ പറയുക, ഐഡിയയിൽ വരുന്ന ഒരാളില്ലേ, ഐഡിയയിൽ കയറുന്ന ഒരു സംഭവമില്ലേ, ആ വേർഡ് കിട്ടുന്നില്ലല്ലോ, വീക്ക് ഡേയ്സിൽ ഇടയിൽ കയറൂല്ലേ, എന്താ അതിനെ പിന്നെ അതിന് പേര് കിട്ടുന്നില്ല, എന്താ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. നിങ്ങൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വാസുദേവക്കാണെന്ന് പറഞ്ഞിട്ട് ഒന്നും വന്നിരുന്നു പേരിടാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളി പേരേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം പേജിലും ഫേസ്ബുക്കിൻ്റെ ഏഷ്യനെറ്റ് പേജിലൊക്കെ നമുക്ക് പോയിട്ട് കമൻറ്റ് ചെയ്യാം. ഞാനും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു പേരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്നും കാണും പോലും ഇല്ലായിരിക്കും, എന്നാലും വെറുതെ കമൻറ്റ് ചെയ്തിട്ടു. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്ന് സാറ്റർഡേത്തെ എപ്പിസോഡ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി സാറ്റർഡേ എപ്പിസോഡ്. ഇപ്പോൾ നല്ല ത്രില്ലുണ്ട് കേട്ടോ. വീക്കെൻഡ് എപ്പിസോഡ്സ് കാണുമ്പോൾ നല്ല ത്രില്ലൊക്കെ ആയിട്ടുണ്ട്. എല്ലാവർക്കും അത്യാവശ്യം ആവശ്യത്തിന് കൊട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് തോന്നുന്നു. ഇത് പോകെ കൊട്ട് കൊടുക്കാതെ ആവുമ്പോഴാണ് കോൺട്രവേഴ്സ്യൽസ് തുടങ്ങുക അല്ലേ. അപ്പോൾ നോക്കാം, ഇതേപോലെ എല്ലാവർക്കും ഒരേപോലെ കൊടുത്താൽ നന്നായിരിക്കും. അതല്ല ഇനി നമ്മൾ ഫേവററ്റിസം വരും ജനങ്ങൾക്ക്. ഇനിയാണ് കോൺട്രവേഴ്സീസ് ആവുക. എങ്ങനെ അറിയോ, ഇപ്പോൾ തുടങ്ങിയിട്ടല്ലല്ലോ. നമുക്ക് ആരോടാണ് ഫേവററ്റിസം തോന്നാൻ തുടങ്ങുന്നത് നോക്കിക്കോ. വരുന്ന ആഴ്ചകൾ നമുക്ക് അനീഷിനെ ടാർഗറ്റ് ചെയ്യുന്നത് കാണാം, ബിഗ് ബോസും ലാലേട്ടനും എല്ലാവരും. കാരണം എന്താ വെച്ചാൽ
ഫസ്റ്റ് എപ്പിസോഡ്സിൽ അയാൾക്ക് ഇന്നലത്തെ സൺഡേ എപ്പിസോഡ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫുള്ള് അയാൾക്ക് സപ്പോർട്ടാണ് കൊടുത്തത്. അപ്പോൾ വരുന്ന ഫ്യൂച്ചർ എപ്പിസോഡ്സിൽ എന്തായാലും ടാർഗറ്റഡ് ആണ്, ഉറപ്പാണത്. എന്തായാലും എല്ലാവരും നന്നായിട്ട് കളിക്കട്ടെ. ഇത് ഞാൻ ഇത്രയും കാലം കണ്ട എപ്പിസോഡ്സിൻ്റെ ഒരു വെച്ചിട്ടാണ് ഞാൻ പറയണേ. ചിലപ്പോൾ അങ്ങനെ എല്ലായിരിക്കും, പക്ഷെ എനിക്കങ്ങനെ തോന്നി. എന്തായാലും നല്ല എപ്പിസോഡായിരുന്നു. ഈ സാറ്റർഡേ നല്ല എപ്പിസോഡായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത സൺഡേ എപ്പിസോഡിൻ്റെ റിവ്യൂസ് ഞാനിടും. എല്ലാവരും ഒന്ന് കണ്ട് സഹായിച്ച് ലൈക്ക് കമൻറ്റ് ഇടുക കേട്ടോ. താങ്ക് യു.